ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ റിസ്ത എസ് ബേസ് വേരിയൻറ്റ് സർവീസിങ്ങിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. വണ്ടി ഇപ്പോൾ 14,174 കിലോമീറ്റർ ഓടി. 15,000-ലാണ് സർവീസ്. പക്ഷേ ചെറിയ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 കാര്യമാണ് മെയിനായിട്ടുള്ളത്. ഞാൻ ഓർമ്മയും വരുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. മെയിനായിട്ട് ഈ ഒരു ഇത് തിരിച്ചു പോകുന്നില്ല. നമ്മുടെ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ അത് തിരിച്ചു പോകുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു, അത് ഫെയിലിയറായി. വേറെ ഒന്നുമില്ല, വണ്ടി ഓണായി കുറേ നേരം ഞാൻ നോക്കി, പക്ഷെ അത് ആവുന്നില്ല. ഓഫ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഫെയിലിയർ എന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ വണ്ടി ഓൺ ചെയ്ത് ആക്സലറേഷൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കിന് വീണ്ടും മോട്ടർ ഓഫ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നു. അപ്പോൾ ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വണ്ടിയെക്കുറിച്ചുള്ള വേറെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, വണ്ടിയുടെ റിവ്യൂ, അതുപോലെ തന്നെ വണ്ടിയുടെ റേഞ്ച്. അപ്പോൾ ഇതെല്ലാം കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കാണാം. ഇത് റിസ്തയുടെ വളരെ ബേസ് മോഡലാണ്. 1,17,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോഴും വില കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 1,20,000, 25 അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾ ഈ വണ്ടി ഉപയോഗിക്കാതെ ഇരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അതായത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ എടുക്കുക, അത് ഒരു 3-4 കിലോമീറ്റർ ഓടിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ഫ്രീക്വൻ്റ്ലി ഉപയോഗിക്കുന്നില്ലായിരുന്നു. നമുക്കൊരു ടാറ്റ EV പഞ്ച് ഉണ്ട്, SLR, അതാണ് ഞാൻ സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വണ്ടി ഏതായാലും എടുത്തിട്ട് 1.5 വർഷമായി. ടാറ്റ പഞ്ച് എനിക്ക് തോന്നുന്നു ഒരു 1.25 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ വണ്ടിയുടെ സർവീസിങ്ങും അതിൻ്റെ കോസ്റ്റും എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യമായിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വണ്ടി സർവീസിങ്ങിന് കൊടുക്കുന്നത്. അങ്ങോട്ടേക്ക് ഏതായാലും പോകുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഏതായാലും നേരെ സർവീസിങ് സെൻറ്ററിലോട്ട് പോവുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്കറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിവേ ഉള്ളൂ വണ്ടിയെക്കുറിച്ച്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഞാൻ ആദ്യമേ വണ്ടിയുടെ പഴയ സർവീസിങ് സെൻറ്ററിൽ പോയി. അത് ഷോറൂമിനോട് ചേർന്നായിരുന്നു. എനിക്ക് തോന്നുന്ന വണ്ടിയുടെയൊക്കെ ഇപ്പോൾ ഒത്തിരി വണ്ടികൾ ഇറങ്ങി തുടങ്ങി. എനിക്ക് തോന്നുന്നത് റിസ്ത തന്നെ മേടിച്ച സമയത്ത് അധികം വണ്ടികളില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി വണ്ടികൾ ആയി. ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതാണ് സർവീസിങ് സെൻറ്റർ. ഇപ്പോൾ കുറേ വണ്ടികളായി. ഇപ്പോൾ അവർ പറയുന്ന അഡ്വൈസർ വന്നില്ല, ഇതുവരെയായിട്ട് വെയിറ്റ് ചെയ്യുക. ഏതായാലും വണ്ടി ഇവിടെ വരെ ഓടിയെത്തി കേട്ടോ. ഞാൻ ആ പറഞ്ഞ കംപ്ലയിൻറ്റ് എപ്പോഴും ഇല്ല, എനിക്കൊരു 4-5 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. ഏതായാലും ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും വണ്ടി അങ്ങനെ പണി തന്നില്ല. ഒരു റിസ്ക് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ അങ്ങനെ ഓടിക്കാതെ, വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് കൂടുതലും പ്രശ്നമാക്കണ്ട എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. എന്തോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനും വിട്ടുപോയി. അപ്പോൾ അതെല്ലാം കൊണ്ടുകൊണ്ട് വരും. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് സർവീസ് അഡ്വൈസർ വന്നു. കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മുടെ വണ്ടിയുടെ ആക്സലറേഷൻ്റെ പ്രോബ്ലം, ബാക്കിൽ നിന്ന് സൗണ്ട് വരുന്ന ഒരു പ്രശ്നം, അതുപോലെ തന്നെ വണ്ടിയുടെ ഓഫായി പോകുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ ആക്സലറേഷൻ്റെ പ്രശ്നം ഡസ്റ്റ് ക്ലീൻ ചെയ്താൽ ചിലപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതുമല്ല കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കാനും ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3:34 ആയപ്പം വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വണ്ടി എടുക്കാനായിട്ട് ഒരു 4:45 ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. ഏതായാലും സർവീസിങ് കഴിഞ്ഞു. 1,500 രൂപ അടുത്തായി. പക്ഷേ ഏതായാലും ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. വണ്ടിയുടെ ത്രോട്ടലിൻ്റെ കാര്യം അത് നോക്കിയിട്ടില്ല. വണ്ടി ഓഫായി പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട്
അറിയത്തില്ല. പിന്നെ വണ്ടിയുടെ ബാക്കിൽ ഷോക്കിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ ഏതാ സെറ്റ് ഏതാണ്? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്ന് ചൊവ്വാഴ്ചയായി. നമ്മൾ വണ്ടി ശനിയാഴ്ചയാണ് കൊടുത്തത്. ശനിയാഴ്ച കൊടുത്ത് നമുക്കന്ന് ഞാൻ അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. വണ്ടി കൊടുത്തപ്പോൾ നമുക്ക് ശനിയാഴ്ച 3:30 മുൻപാണെങ്കിൽ ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞായറാഴ്ച എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവർ 3:30 ആയപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി എന്നാൽ എടുത്തുകൊണ്ടിങ്ങനെ പോന്നേക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസം, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ആയിട്ട് ഹെക്റ്റിക് ആകണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെന്നു. അങ്ങനെ ചെന്നപ്പോഴാണ് വണ്ടി ആകെപ്പാട് ജനറൽ സർവീസും പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും മാത്രമേ മാറ്റിയിട്ടുള്ളായിരുന്നു. ഇതിൻ്റെ ആക്സിലറേഷൻ നോക്കിയപ്പം അത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ വേറെ ഞാൻ വണ്ടി ഓഫായി പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഏതായാലും ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂറും കൊണ്ട് അരമുക്കാൽ മണിക്കൂറും കൊണ്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ലേറ്റായിപ്പോയി. കാര്യങ്ങൾ അത് കാരണത്താൽ നന്നായിട്ട് ഡിലേ ആയിപ്പോയി. പിന്നെ വേറൊരു കാര്യം, ശനിയാഴ്ച രാവിലെ അവർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടിക്ക് കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. വണ്ടിയുടെ ബാക്കിൽ ഷോക്ക് പോയി, അതുപോലെ തന്നെ കോൺസെറ്റ് ടൈറ്റാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ഈ സാധനം അത് ക്ലീൻ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും അത് അന്ന് വൈകിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു ഇത് കറക്റ്റല്ല. ഒരു 15,000 കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ ഷോക്ക് പോവുക, അത് ഞാൻ സിംഗിളായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ഷോക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ് അത് കുഴപ്പമില്ല, പിന്നെ ഫ്രണ്ടിലെ ഡിസ്ക് പോയെന്ന് പറഞ്ഞു. ബ്രേക്ക് ഡിസ്ക് പിന്നെ ഓക്കെ, അത് നമ്മുടെ യൂസ് അനുസരിച്ച് അത് ഏത് വണ്ടിക്കാണെങ്കിലും പോവും. അത് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല, അത് നമ്മുടെ മിസ്റ്റേക്കാണ്, നോക്കിയില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡ് പോയി. അപ്പം 15,000 കിലോമീറ്ററാണ് ഓടിയത്. അപ്പം ലാസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ ബാക്കിലെ ഷോക്ക് മറ്റേ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ ഇൻഷുറൻസിലേക്ക് നമുക്കത് ചെയ്യാം. ഇപ്പോൾ പാർട്സ് ഇല്ല, അപ്പോൾ ഇൻഷുറൻസ് പാർട്സ് നമുക്ക് ഓർഡർ ചെയ്യാം, ഒരു 2 വീക്സിൽ വരും, അത് നമുക്ക് മാറ്റിയിടാം. പിന്നെ ഇത് നമുക്ക് റിപ്പയർ ചെയ്യാം, ത്രോട്ടിലിൻ്റെ സംഭവം നമുക്ക് റിപ്പയർ ചെയ്യാം, ഇത് ശരിയായിട്ടുണ്ട്, റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് എടുത്തു. അത് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഇതെല്ലാം നല്ലൊരു എമൗണ്ട് വരേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ ഷോപ്പൊക്കെ പോയി, പിന്നെ മറ്റേ ഈ കോൺസെപ്റ്റ് നല്ലൊരു എമൗണ്ട് വരും. പക്ഷേ ഏതായാലും കോൺസെപ്റ്റ് അവർ സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നത്, ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, എനിക്കത്ര ഇതായിട്ട് പ്രോബ്ലമായിട്ട് തോന്നുന്നില്ല. ഏതായാലും ആക്സലറേഷനും കാര്യങ്ങൾ അവർ ശരിയാക്കി തന്നു. മൊത്തം ഒരു 1,400 രൂപയാണ് ആയത്. ഷോക്ക് ഇനി വരുന്ന ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഷോക്കും മാറ്റിയിടണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സർവീസിങ്ങിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കംപ്ലീറ്റ്ലി പറഞ്ഞേക്കുന്ന വണ്ടിയുടെ സർവീസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വണ്ടി ഇത്ര കൊള്ളാത്ത വണ്ടിയാണോ, ക്വാളിറ്റി കുറഞ്ഞ വണ്ടിയല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ടാറ്റ പഞ്ചിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എൻ്റെ വണ്ടിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കാണാം. ഈ സ്കൂട്ടറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം വണ്ടി നല്ല വണ്ടിയാണ്. പിന്നെ ഈ സർവീസിങ് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇഷ്യൂ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അത് നെഗറ്റീവ് അല്ല. അങ്ങനെ ഒരിക്കലും അതെടുക്കല്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. മുടക്കി എന്ന് പറഞ്ഞാൽ അത് നഷ്ടമല്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ പെട്രോൾ സ്കൂട്ടർ എവറി 2,000 കിലോമീറ്റർ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സർവീസ് കോസ്റ്റ് അതിന് വരും. പക്ഷേ നമ്മുടെ വണ്ടി 5,000 കിലോമീറ്ററിലാണ് ചെയ്യുന്നത് സർവീസസ്. ഇപ്പം 3ാമത്തെ സർവീസാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ചിലവില്ല. പിന്നെ വണ്ടി ഓടിക്കാനാണെങ്കിലും എനിക്ക് മാസം 2,000 കിലോമീറ്റർ ഓടിച്ചാലും എൻ്റെ വണ്ടിക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഒരു 200, 150, 200 അല്ലെങ്കിൽ ഒരു 250, അതിൻ്റെ മേളിലോട്ടൊട്ടും ആകുന്നില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ എക്സ്പെൻസ്. അതേ സമയത്ത് ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ, പെട്രോൾ സ്കൂട്ടർ ഒരു 2,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് വരുമെന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കയ്യിൽ നിന്ന് ഇറക്കിയാലും ഒരു നഷ്ടമില്ല. വണ്ടി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്, നല്ല ഓപ്ഷനാണ്, റിലയബിൾ ആണ്. ഇപ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ
വളരെ നന്നായിട്ടാണ് നമ്മുടെ അടുത്ത് ഡീൽ ചെയ്തതും കാര്യങ്ങളൊക്കെ. ഇപ്പം വേറെ ബ്രാൻഡ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. ഇപ്പം എന്തൊക്കെ ഇതാണെന്ന് പറഞ്ഞാൽ വളരെ പൊലൈറ്റായിട്ടാണ് ഞാൻ എന്തോ ആ വണ്ടി അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ പോയി സാറേ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പം തന്നെ ശരിയാക്കാം. ബാക്കി എല്ലാ ആൾക്കാരും വന്ന് ഒരുമിച്ച് അവർ കുറേ പേര് നിന്ന് വണ്ടി പെട്ടെന്ന് ഒരു 20 മിനിറ്റ് ടു അരമണിക്കൂറും കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം നല്ല ഡീലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഈ വീഡിയോ ഒരിക്കലും എടുക്കില്ലെന്ന് പറയാനായിട്ട് മാത്രമാണ് ഈ ഒരു പാർട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.